തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മേയർക്ക് എന്തു പറ്റി? KSRTC ബസ് തടഞ്ഞ സംഭവത്തിലെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. 2 ദിവസം മുമ്പ് ഒരു ബസ്സിനെ തടഞ്ഞു നിർത്തി. അറിഞ്ഞല്ലോ അത്? കണ്ടോ? ടിവിയിലൊക്കെ കണ്ടില്ലേ? അങ്ങനെ ചെയ്യാവോ നമ്മളൊരു മേയർ? അങ്ങനെ ചെയ്യാൻ ശരിയല്ലാത്ത കേസാണ്. അവരുടെ ഭർത്താവ് MLA എന്ന് പറഞ്ഞ് ഇതൊക്കെ കാണിക്കുന്നത് ശരിയാണ്? ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ തലസ്ഥാന മേയറല്ലേ, മേയർ നിയന്ത്രിക്കുന്നതല്ലേ, ഒരു ഇതിന്റെ ആൾക്കാരല്ലേ, ഒരു ഭരണം ഭരിക്കുന്ന ആളല്ലേ. അങ്ങനെ മേയർ ചെയ്താൽ പിന്നെ പൊതു ആൾക്കാർ ചെയ്യുമല്ലോ. ചെയ്യാൻ പാടില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തലസ്ഥാനത്തിന്റെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ബസ് തടഞ്ഞിട്ട് ഒരു വലിയ വിവാദത്തിലാണ്. ശരിക്കും അത് ശരിയോ തെറ്റോ? ഇപ്പോൾ ശരിയോ തെറ്റോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഞാൻ ഡ്യൂട്ടി നോക്കുകയാണ്. ഒരു സാധാരണക്കാരൻ്റെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ അഭിപ്രായം, പ്രത്യേകിച്ച് സാധാരണക്കാരൻ പറയും പോലെ എനിക്ക് അഭിപ്രായം ആ രീതിയിൽ പറയാൻ പറ്റില്ല. യൂണിഫോം ഇട്ട് ഡ്യൂട്ടി ചെയ്യണം. അപ്പോൾ നമ്മൾ അവരെ കയ്യിൽ അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. ഓരോരുത്തർ സംസാരിച്ചതും അവിടെ പ്രവർത്തിച്ചതും അത് കണ്ട് അതിൻ്റെ നിയമജ്ഞർ നടപടികൾ നിയമപരമായ നടപടി എടുക്കട്ടെ. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ആണ് തീർച്ചയായും ഏവരുടെയും അഭിപ്രായം അതാണ്. ആരാണ് നിയമം ലംഘിച്ചത് അതെ, അവർക്കെതിരെ നടപടി എടുക്കണം. ആയിക്കോട്ടെ, ആരായാലും സാധാരണക്കാരനായാലും അധികാരി വർഗമായാലും നിയമം അങ്ങനെയാണല്ലോ. നിയമം എല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ അത് കണ്ട് നിയമജ്ഞർ ചെയ്യട്ടെ. സംസ്ഥാനത്ത് മേയർ ഒരു വലിയ വിവാദത്തിൽപ്പെട്ടു കഴിഞ്ഞ 2-4 ദിവസം മുമ്പ്. എങ്ങനെ കാണുന്നു അതിനെ? മേയർ എങ്ങനെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളുള്ള ആളുകൾ ഇപ്പോൾ ആ തെറ്റ് ചെയ്തതിൽ നമ്മൾ ആ ചിപ്പ് ബസ്സത്തെ കാണാനല്ല എന്ന് പറഞ്ഞതിന് കാണാനല്ല എന്ന് പറഞ്ഞതിന് വലിയൊരു തെറ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് മേയറെടുത്ത് റോങ് അല്ല എന്നുണ്ടെങ്കിൽ ആ സാധനം അതിനകത്ത് ഉണ്ടാവില്ലേ? പോലീസ് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ വാർത്താ ചാനലിലൂടെ കാണാനല്ലേ. ആ സാധനം അതിനകത്തുള്ള ഇല്ലാത്തടത്തോളം സമയം അത് അധികാരപ്പെട്ടവർ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അധികാരപ്പെട്ടവരടുത്ത് തെറ്റെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് വലിയ തെളിവുണ്ട്. പക്ഷേ ആ ബസ്സിനകത്തുണ്ടായിരുന്ന മെമ്മറി കാർഡിൽ വലിയൊരു തെളിവുണ്ടാവും. തെളിവ് പറഞ്ഞാൽ മറ്റൊരു ആ വ്യക്തി അതിനകത്ത് ആ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നൊരു വ്യക്തി ആ മേയറെ റോങ് എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡ് ചെയ്തത് അതിനകത്ത് കയറി നശിപ്പിക്കുന്ന രംഗം വരെ കണ്ടിരുന്നു. അതൊന്നും പിന്നില്ലല്ലോ അല്ലേ? കാണാതായി എന്നുള്ളതാണ് പുതിയ വാർത്ത. അതന്നെ അതിന്റെ ഏറ്റവും വലിയൊരു ആ ഒരു തെളിവ് നശിപ്പിക്കലും അല്ലെങ്കിൽ അത് മേയർമാർ മറ്റാ ജോലിക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് കാണുന്നത് നമ്മൾ അതിനെ പോരെ കൂടുതലായിട്ട്. ശരിക്കും സംഭവിച്ചത് അത് തന്നെയാണ്. ആയിരിക്കാം. അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയില്ലല്ലോ. തെളിവ് നശിപ്പിക്കപ്പെട്ടു. ഇനി കേസിന് അതിൻ്റെതായ ഒരു വാലിഡിറ്റി വരുന്നില്ല. കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പറഞ്ഞാൽ അതിനകത്ത് ബസ് കയറി അത് നശിപ്പിച്ചു എന്നുള്ളത്. അത് ആര് നശിപ്പിച്ചു അല്ലെങ്കിൽ അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ബസ്സിനകത്തുള്ള ആളുകളാണോ പുറത്തുനിന്നുള്ള ആളുകളാണോ പിന്നെ റോങ് സൈഡിൽ കൂടിയാണ് ബസ് പാസ് ചെയ്ത് കയറുന്നത്. സീബ്ര ലൈനിൽ കയറ്റിയെന്നുള്ള ഒരു കേസ് നിലവിലുണ്ട്. അത് പിന്നെ റോങ് സൈഡിൽ കൂടിയാണ് മറ്റൊരു വന്ന് കയറുന്നത്. അതൊക്കെയല്ല ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നത്. പിന്നെ ഇതിന്റെ സത്യാവസ്ഥകൾ എന്തൊക്കെയാന്നുള്ളത് കേസ് അന്വേഷിച്ച് പുറത്തു വരട്ടെ അല്ലേ? നിയമപരമായി ആരാണ് കുറ്റക്കാരെങ്കിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. പക്ഷെ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിലാണ് അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിലും വലിയ തെറ്റുകളും കാര്യങ്ങളെല്ലാം മറന്നും പോകണില്ലേ പോകുന്ന കാലഘട്ടം. തീർച്ചയായും പിന്നെയാണ് ഒരു ബസ് കളഞ്ഞത്. അതെ, കാര്യങ്ങളല്ലേ. മേയർ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു വിവാദം ഉണ്ടായി. ബസ് ചെയ്തു. അതിങ്ങനെ ശരിയാണോ തെറ്റാണോ? അത് അങ്ങനെ ചെയ്തത് ശരിയാണോ തെറ്റാണോ? കാരണം അങ്ങനെ ചെയ്യാമോ? ഒരു പൊതുജനത്തിന്റെ ഒരു വിലയിരുത്തൽ നിങ്ങൾക്ക് പറയാമല്ലോ. ഒരു വാഹനം തടഞ്ഞിട്ട് പ്രതികരിച്ചു. അവർക്കെതിരെ എന്തോ മോശം ഇതുണ്ടായെന്നാണ് അവർ പരാതിപ്പെടുന്നത്. ഡ്രൈവറിനോടൊപ്പമാണോ മേയറിനോടൊപ്പമാണോ? നമ്മളെ പാർട്ടിയൊക്കെ തന്നെ തെറ്റ് തന്നെയാണ് ചെയ്തത്. അങ്ങനെയെന്ന് പറഞ്ഞ് ആരാ പറഞ്ഞ് വെളിയിലാക്കണോ? ആര് പറഞ്ഞു? പാർട്ടിക്കകത്ത് ഗണേശൻ പറഞ്ഞു അതിനാക്കാക്കൂല. ഗണേശൻ സപ്പോർട്ട് ചെയ്യാം. ശരിക്കും ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. തെറ്റല്ലേ? നമ്മളെ പാർട്ടിയൊക്കെ തന്നെ കാര്യം ശരിയല്ല.
പാർട്ടിക്കാരനായ നിങ്ങൾക്ക് പോലും സഹിക്കില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മേയർ തടഞ്ഞിട്ട KSRTC ബസ്സിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്നറിയുന്നു. നിയമത്തിൻ്റെ വഴിക്കോ അതോ നിയമം വഴിമാറി സഞ്ചരിക്കുന്നുവോ? കാത്തിരുന്ന് കാണാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.